നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. തിരുവള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ 27 വയസ്സുള്ള യദുകൃഷ്ണൻ, പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ 28 വയസ്സുള്ള ആൽവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെർപ്പ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഊരകം സെന്ററിലാണ് ജാഥ സമാപിച്ചത്. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. വാർത്തകൾ വിശദമായി. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. തിരുവള്ളക്കാവ് സ്വദേശി നന്ദിപുലം വീട്ടിൽ 27 വയസ്സുള്ള യദുകൃഷ്ണൻ, പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ 28 വയസ്സുള്ള ആൽവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവള്ളക്കാവ് ക്ഷേത്രത്തിന് സമീപം വെച്ച് ഇക്കഴിഞ്ഞ 7-ാം തീയതി പുലർച്ചെ 1:30 കേസിനാസ്പദമായ സംഭവം. കാരാഞ്ചിറ സ്വദേശി കവലക്കാട്ട് വീട്ടിൽ ബിനു ജോസ് എന്നയാളെ മർദ്ദിച്ച് കയ്യിൽ ധരിച്ചിരുന്ന സ്വർണ്ണമോതിരവും മൊബൈൽ ഫോണും പ്രതികൾ കവരുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ചേർപ്പ് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് സ്വർണ്ണമോതിരവും മൊബൈൽ ഫോണും വീണ്ടെടുത്തു. യദുകൃഷ്ണന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളുണ്ട്. ആൽവിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 1 അടിപിടി കേസും അശ്രദ്ധമായി വാഹനമോടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിച്ചു എന്നുള്ള കേസുമുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, SIമാരായ പ്രദീപ്, സജിപാൽ, ജയകൃഷ്ണൻ, ASI സൂരജ് വി ദേവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ PX സോണി, സിവിൽ പോലീസ് ഓഫീസർ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെർപ്പ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഊരകം സെന്ററിലാണ് ജാഥ സമാപിച്ചത്. വർഗീയതയ്ക്കെതിരെ, സാമൂഹ്യ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ജാഥയുടെ സമാപന പൊതുയോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. അംബുജം ഗോപി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ TR മീര, ഹസീന അക്ബർ, വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ TB മായ, ജാഥ മാനേജർ VG വനജകുമാരി, ആശ മാത്യൂസ്, സുനിത പ്രദീപ്, ഷക്കീൽ ആമീർ, VS പ്രവിത, സുധ, സോഫി ഫ്രാൻസിസ്, രമ പ്രകാശൻ, ഇന്ദിര എന്നിവർ സംസാരിച്ചു. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിൽ സേവനം അനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. അധ്യാപന കാലത്തെ വിശേഷങ്ങൾ പങ്കുവച്ച് അധ്യാപനത്തിന്റെ മാധുര്യം ഓർത്തെടുത്ത നിമിഷങ്ങൾ അവിസ്മരണീയമായിരുന്നു. യോഗത്തിൽ പൂർവ്വ അധ്യാപക കൂട്ടായ്മ രൂപീകരിച്ചു. പ്രസിഡന്റായി ഷീജ ക്ലമന്റിനെയും സെക്രട്ടറിയായി ബേബി പത്രോസിനെയും മറ്റു കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന മേഴ്സി പോളിനെ പൂച്ചെണ്ട് നൽകി ആദരിച്ചു. പ്രധാന അധ്യാപിക മിനിമോൾ, ദേവസി കള്ളിക്കാടൻ, മേഴ്സി പോൾ, സതി തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരുടെ കലാപരിപാടികളും അരങ്ങേറി.
കണിമംഗലം മേൽപ്പാലത്തിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. ചെർപ്പെരുമ്പിളിശ്ശേരി ആലങ്ങോട്ടുമന വഴിയിൽ കോച്ചേരി പറമ്പിൽ ത്യാഗരാജൻ മകൻ 37 വയസ്സുള്ള വിനോദ് കുമാറാണ് മരിച്ചത്. കുരിയച്ചിറ കല്യാൺ സിൽക്സ് ഗോഡൌൺ ജീവനക്കാരനാണ്. ജോലിക്ക് പോകുന്നതിനിടയിൽ ശനിയാഴ്ച രാവിലെ 9:30 അപകടമുണ്ടായത്. ഇദ്ദേഹത്തെ കുറുകഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവിവാഹിതനാണ്. മാതാവ് രാധ, സഹോദരി വിദ്യ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് വിനോദ് കുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ ഇടിച്ചത്. ഈ വർഷത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തീം സോങ് ഒരുക്കിയ അജീഷ് വല്ലച്ചിറയെ ആദരിച്ചു. തപസ്യ കലാസാഹിത്യവേദി, പൂച്ചിനിപ്പാടം JP സേവാ സമിതി, വല്ലച്ചിറ ഗ്രാമീണ സേവാ സമിതി എന്നീ സംഘടനകളാണ് ആദരവ് ഒരുക്കിയത്. തപസ്യ കലാസാഹിത്യവേദിക്ക് വേണ്ടി എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത് പൊന്നാടി അണിയിച്ചു. വല്ലച്ചിറ ഗ്രാമീണ സേവാ സമിതിക്ക് വേണ്ടി TG ദാസൻ, പൂച്ചിനിപ്പാടം JP സേവാ സമിതിക്ക് വേണ്ടി C കണ്ണൻ എന്നിവരും പൊന്നാടി അണിയിച്ചു. സനൽ മാക്കോത്ത്, തിലകൻ വല്ലച്ചിറ എന്നിവർ സംസാരിച്ചു. പൂരപ്പെരുമാൾ എന്ന പേരിലുള്ള തീം സോങ്ങിന് വേണ്ടിയാണ് അജീഷ് വല്ലച്ചിറ ഗാനരചന നിർവഹിച്ചത്. അഭിജിത്ത് സേതു സംഗീതം നിർവഹിച്ച ആദിത്യ G നായർ, വരുൺ T കൃഷ്ണൻ എന്നിവർ ആലപിച്ച ഗാനം യൂട്യൂബിൽ വലിയ പ്രചാരമാണ് ഇതിനകം നേടിയത്. ഇതിനകം 10 ലക്ഷത്തിലധികം പേർ കണ്ട പൂരപ്പെരുമാൾ ഈ വർഷത്തെ തൃശൂർ പൂരം തീം സോങ്ങുകളിൽ ഏറ്റവും ജനശ്രദ്ധ നേടിയ ഗാനമാണ്. താരക പെൺകുടി തുടങ്ങി നിരവധി സംഗീതാൽബങ്ങളുടെ രചയിതാവാണ് അജീഷ്. മടമേറും തിരുഘോഷം തിരുവമ്പാടിയിലമ്മയ്ക്കിന്നാഘോഷവുമായി രാവും പകലേളച്ചെറുപൂരച്ചമയങ്ങൾ നടുവഴി നിറമണിയും നിലപന്തൽ നിരയായി ഒട്ടും വെടികെട്ടും നിറവെട്ടം നടമാടും മനമേറും ഇഴിമാനത്തൊരു പൂരം വരവായി കരിവീരന്മാരുടെ ഭംഗിയൊന്നു കാണാൻ തൃശൂർക്ക് പോരേ ഗടികളെ ഇലങ്ങിത്തറമേളത്തിനൊത്തൊന്നു ആടാൻ തൃശൂർക്ക് പോരേ ഗടികളെ. വാർഡ് പരിധിയിൽ SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയവർക്ക് അനുമോദനവുമായി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് അനുമോദനം ഒരുക്കിയത്. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി നൈപുണ്യ സുരഭിദാസ്, സെറാഫിക് ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനി എസിൽഡ ലൂയിസ്, നാട്ടിക SN ട്രസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥി അശ്വിൻ K ദിവ്യൻ എന്നിവരെയാണ് ആദരിച്ചത്. രേണുക റിജു, വർഗീസ് റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആദ്യത്തെ വിജയമാണ് ഇവർ തുടങ്ങി വച്ചിരിക്കുന്നത്. ഇത് വരും വർഷങ്ങളിൽ തന്നെ ഏറ്റവും പഠനത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായി വളർന്നു വരുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആദ്യം ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇവരെ പഠിപ്പിച്ച മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ, മാതാപിതാക്കൾ തുടങ്ങി ട്യൂഷൻ എടുത്ത അധ്യാപകർ തുടങ്ങിയ എല്ലാവരെയും ഈ സമയത്ത് ഈ വാർഡിൻ്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ പ്രയാണങ്ങൾക്കും 5-ാം വാർഡിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധ സഹായ സംഘവും കൂടെ ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവർക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ദീപങ്ങൾ കൺതുറന്നു. പാവറട്ടി തിരുനാളിന് തുടക്കമായി. സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ 149-ാം മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് നിർവഹിച്ചു. അതുവരെ കാത്തിരുന്ന ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങളിലേക്ക് ദേവാലയത്തിൽ നിന്നും പ്രകാശം മിന്നിച്ചിതറി. റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, ട്രസ്റ്റിമാരായ OJ ഷാജൻ, പിയൂസ് പുലിക്കോട്ടിൽ, വിൽസൺ നിലങ്കാവിൽ, KT വിൻസെന്റ്, മറ്റു ഭാരവാഹികളായ സേവ്യർ അറക്കൽ, CV സേവ്യർ, PRO റാഫി നിലങ്കാവിൽ, ജനറൽ ക്യാപ്റ്റൻ MF പ്രിൻസ്, വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ സുബിരാജ് തോമസ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് 1.5 ലക്ഷം LED പിക്സൽ ബൾബുകളാണ് മിഴി തുറന്നത്. കൂടാതെ സൗത്ത് ഷാർപ്പികളും LED ബാർ ലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകി.
സാറ്റിൻ റിബൺ കൊണ്ട് തോരണം തീർത്ത തിരുനടയിൽ വർണ്ണങ്ങൾ വിതറി ദീപങ്ങൾ തെളിഞ്ഞു. പള്ളി ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ VL ഷാജു, റോഡ് ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ KT ബിജു വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ഇതൊരു ദൃശ്യവിസ്മയമാകുവാൻ സഹായിച്ചത്. തുടർന്ന് നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വെടിക്കെട്ട് വർണ്ണമഴയായി പെയ്തിറങ്ങി. ഇതിനിടെ തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറി. വെടിക്കെട്ടിന്റെ ശബ്ദവും നിറവും മെഗാ ഫ്യൂഷന്റെ താളവും മേളവും കുഞ്ഞു ബൾബുകളുടെ പ്രകാശപൂരവും കൂടിയായപ്പോൾ തിരുനാളിനെ ജനം സഹർഷം എതിരേറ്റു. ആംബുലൻസിന്റെ മറവിൽ രാസ ലഹരി കച്ചവടം. 2 പേർ MDMA-യുമായി പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ചേറ്റുവ പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസിൽ വെച്ച മാരക രാസലഹരിയായ MDMA-യുമായി 2 പേരെ പിടികൂടുകയായിരുന്നു. ചേറ്റുവ പുത്തൻ പീടിക വീട്ടിൽ 30 വയസ്സുള്ള നസറുദ്ദീൻ, ചാവക്കാട് കൊട്ടിൽപ്പറമ്പിൽ വീട്ടിൽ 24 വയസ്സുള്ള അഫ്സാദ് എന്നിവരാണ് പിടിയിലായത്. ആവശ്യക്കാർക്ക് അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ആംബുലൻസിൽ രാസലഹരി എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവരുടെ രീതി. ആംബുലൻസ് ആവുമ്പോൾ റോഡുകളിലും മറ്റുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ നിന്നും ഒഴിവാകും എന്ന വ്യക്തമായ അറിവോടുകൂടിയാണ് ഇവർ രാസലഹരി ആംബുലൻസിൽ വിപണനം നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം റൂറൽ DCB DYSP ഉല്ലാസ് കുമാർ, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവരുടെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി, തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ CR പ്രദീപ്, സബ് ഇൻസ്പെക്ടർമാരായ ജയരാജ, മുഹമ്മദ് റാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു CK, സുരേഖ്, ജിനേഷ്, അരുൺ, ഷിജു, സിവിൽ പോലീസ് ഓഫീസർ നിശാന്ത് AB എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,045 രൂപ, പവന് 72,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മോതിരവും മൊബൈൽ ഫോണും കവർച്ച ചെയ്ത കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. തിരുവള്ളക്കാവ് സ്വദേശി നന്ദിപ്പുലം വീട്ടിൽ 27 വയസ്സുള്ള യദുകൃഷ്ണൻ, ചെർപ്പടിഞ്ഞാട്ടുമുറി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ 28 വയസ്സുള്ള ആൽവിൻ എന്നിവരാണ് അറസ്റ്റിലായത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചെർപ്പ് ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. 3 ദിവസത്തെ പര്യടനത്തിന് ശേഷം ഊരകം സെന്ററിലാണ് ജാഥ സമാപിച്ചത്. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിൽ സേവനമനുഷ്ഠിച്ച് വിരമിച്ച അധ്യാപകരാണ് സംഗമത്തിൽ പങ്കെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.